നമസ്കാരം. സൈബർ ഇടത്തിൽ ഭരണകൂടത്തിന് നേരെ ഉയർന്നു കേട്ട തീച്ചുള ചോദ്യമാണിത്. കാനഡയിൽ നിന്ന് ഇമെയിൽ വഴി ഒരു പരാതി കിട്ടുമ്പോൾ ചാടിയിറങ്ങി അതിജീവിത പട്ടം ചാർത്തിക്കൊടുത്ത് കപ്പും കയ്യിൽ പിടിച്ച് PR ഡ്രാമ കളിക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതകളെ തീണ്ടപ്പാട് അകലേക്ക് തള്ളി നിർത്തുകയാണ് പാവപ്പെട്ടവന്റെ പ്രസ്ഥാനത്തിന്റെ പടത്തലവനായ പിണറായി വിജയൻ. ഒരു 9 വയസ്സുകാരി പിണറായി വിജയനെ അടിമുടി വിറപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സഖാത്തി ഗർവിന്റെ കൊമ്പൊടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കുഞ്ഞു വിനോദിനിക്ക് കൃത്രിമ കൈ വെച്ച് പിടിപ്പിച്ചു. ഇതോടുകൂടിയാണ് ആ കുഞ്ഞു മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞത്. ആ കൃത്രിമ കൈ ഉയർത്തി ഭരണകൂടത്തെ തന്നെയാണ് വിനോദിനി ചോദ്യമുനയിൽ നിർത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടപെട്ടുകൊണ്ടാണ് ആ കുഞ്ഞിന് കൃത്രിമ കൈ വെച്ചു പിടിപ്പിച്ചത്. ഈ വാർത്ത പ്രതിപക്ഷ നേതാവിനെ പൊക്കിയടിക്കാനല്ല, മറ്റു ചില വസ്തുതകൾ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ്. വിനോദിനിക്ക് കൃത്രിമ കൈ വെച്ചു പിടിപ്പിച്ചതും ആ കുഞ്ഞു പുഞ്ചിരിയും ചികിത്സാ പിഴവിലെ മറ്റ് വിശദാംശങ്ങളും എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവളാണ് യഥാർത്ഥ അതിജീവിത എന്ന് കഴിഞ്ഞ ദിവസം മുതൽ സൈബറിടം കത്തുന്ന ചർച്ചയാണ് നടക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു ചർച്ചയിൽ പറഞ്ഞതും യഥാർത്ഥ അതിജീവിത, ഇപ്പോൾ കേരളം ചർച്ച ചെയ്യേണ്ടുന്ന അതിജീവിത ഈ കുഞ്ഞു വിനോദിനിയാണ് എന്നാണ്. ആ കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ എന്ത് നീക്കമാണ് സർക്കാർ ചെയ്തത്? ആരോഗ്യവകുപ്പ് മന്ത്രി കപ്പലാടി ഉലയില്ല എന്ന് സ്ഥിരം തള്ളുന്നയാൾക്ക് ഈ വിഷയത്തിൽ നാവിറങ്ങിപ്പോയി. ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അവരിപ്പോഴും സുഖമായി വിലസുന്നു. അതിജീവിതമാർക്കൊപ്പം എന്ന് തള്ളിമറച്ച് അന്തിച്ചർച്ച നടത്തി വാർത്തകൾ കത്തിക്കുന്ന മാധ്യമങ്ങൾ യഥാർത്ഥ അതിജീവിതയെ കണ്ടില്ല എന്ന് നടിച്ചു. എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല അമ്മേ, ആ കൈ എവിടെ പോയി? അയ്യോ, കൈ മുറിച്ചു കളഞ്ഞു. ആ 9 വയസ്സുകാരിയുടെ ചോദ്യം കേരളത്തിന്റെ ഉള്ളു പൊള്ളിച്ചു. ചികിത്സാ പിഴവിൽ പാലക്കാട് പല്ലശ്ശന ഒഴിവുപാറ സ്വദേശി R വിനോദിന്റെയും പ്രസീതയുടെയും മകൾ വിനോദിനിക്ക് കൈ നഷ്ടപ്പെട്ടത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ്. ഒടിഞ്ഞ കൈ പ്ലാസ്റ്ററിട്ട കുട്ടിക്ക് ഒടുക്കം വലത് കൈ മാറ്റേണ്ടി വന്ന അവസ്ഥ. ചികിത്സാ പിഴവുകൾ സംഭവിക്കുമ്പോൾ അവിടെ പോയി പൂങ്കണ്ണീരൊഴുക്കുന്ന മന്ത്രി വീണ ജോർജിന്റെ സ്ഥിരം നാടകം കളി വിനോദിനിയുടെ കാര്യത്തിലും കേരളം കണ്ടു. പക്ഷേ തുടരെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവിന് ഒരു പരിഹാരവുമില്ല. അതിജീവിതമാരെ ഉണ്ടാക്കാൻ ഭരണകൂടം കാണിക്കുന്ന ശുഷ്കാന്തി യഥാർത്ഥ അതിജീവിതകളുടെ കാര്യത്തിൽ എന്താണ് കാണിക്കാത്തത്? ആരോഗ്യവകുപ്പിലെ പിഴവിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത ചെയ്താൽ ഉടനെ ഇറങ്ങും നമ്പർ 1 ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമം എന്ന മോങ്ങൽ. ഇന്ത്യയിലെ നമ്പർ 1 ആരോഗ്യ സംവിധാനം കേരളത്തിലാണ്, അതിൽ ഒരു സംശയവുമില്ല എന്ന ഒരു മലയാളി എന്ന നിലയിൽ അതിൽ അഭിമാനത്തോടെ തന്നെ പറയാം. ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ചങ്കുറപ്പോടെ ചെയ്യാനുള്ള തീരുമാനം നമ്മൾ എടുത്തു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തി. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ചെറിയ നേട്ടമല്ല, വലിയൊരു നേട്ടം തന്നെയാണിത്. ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം ചരിത്ര നേട്ടമാണ് കൈവരിച്ചത് എന്ന് മന്ത്രി നിയമസഭയിൽ പറയുന്നു. അങ്ങനെ ആരോഗ്യമേഖല മുൻപന്തിയിലാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തുടരെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. വൻ നേട്ടം കൈവരിച്ച നമ്മൾ തന്നെയാണ് ചികിത്സാ പിഴവിൽ തല കുനിക്കേണ്ടി വരുന്നത്. വയറിൽ പഞ്ഞിയും കത്രികയും വരെ വെച്ച് തുന്നിക്കെട്ടുന്നു. പ്ലാസ്റ്റർ ഇട്ടവൾ കൈ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇങ്ങനെ തുടർക്കഥയാകുന്ന ചികിത്സാ പിഴവുകൾ. ഇവിടുത്തെ പുഴുത്തു നാറിയ സിസ്റ്റം അറുത്തു മാറ്റിയത് ഒരു കുഞ്ഞിന്റെ ചിരിയും സ്വപ്നങ്ങളുമാണ്. അവൾക്ക് നഷ്ടപ്പെട്ടതിന് പകരമാകില്ല ആ കൃത്രിമ കൈ. പക്ഷെ മങ്ങിപ്പോയ അവളുടെ ചിരി തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അത്ര നിസ്സാരവുമല്ല. അക്കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന VD സതീശന് കൈയടിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ ദുരന്തം നേരിട്ട ആ കുഞ്ഞിനോട് പലതവണ ക്രൂരത കാട്ടുകയാണ് വകുപ്പ് ചെയ്തത്. പുതുവർഷം പിറന്നപ്പോൾ സ്കൂളിൽ പോകാനാകാതെ വീട്ടിൽ അടച്ചുപൂട്ടി കഴിയേണ്ടി വന്നു കുഞ്ഞു വിനോദിനിക്ക്. കൃത്രിമ കൈവയ്ക്കാൻ പണമില്ലാത്ത വിഷമത്തിൽ ആ കുടുംബം നുറുങ്ങി. അപ്പോഴും ആരോഗ്യവകുപ്പ് മൗനം പാലിച്ചു. എവിടെയായിരുന്നു ഈ സമയമൊക്കെ ഈ ആരോഗ്യമന്ത്രി? ഞാനും ഒരമ്മയാണ്, ആ കുഞ്ഞിന്റെ വേദന അറിയാമെന്ന് തള്ളിമറിച്ച ആരോഗ്യമന്ത്രി എന്താണ് ആ കുഞ്ഞിന് കൃത്രിമ കൈ വെച്ചു കൊടുക്കാൻ മുൻകൈ എടുക്കാതിരുന്നത്? കുടുംബത്തിന് ആകെ കിട്ടിയത് 2 ലക്ഷം രൂപയാണ്. കൈ മാറ്റിവെക്കുന്നതിനുള്ള സാമ്പത്തികം കുടുംബത്തിന് ഇല്ല എന്ന് കളക്ടറെ കണ്ട് പരാതി അറിയിച്ചിരുന്നു ആ കുടുംബം. സഹോദരനൊപ്പം കളിക്കുന്നതിനിടയിൽ നിലത്ത് വീണതായിരുന്നു 9 വയസ്സുകാരിയായ വിനോദിനി. സെപ്റ്റംബർ 24-ാം തീയതിയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. അന്ന് തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചുവെങ്കിലും വലത് കൈ ഒടിഞ്ഞതിനാൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനായിരുന്നു നിർദ്ദേശം. കൈക്ക് മുറിവുമുണ്ടായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്നും കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. കൈവിരലുകളിൽ കുമിള പൊന്തിയതോടുകൂടി വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും
കൈ അഴുകിയ നിലയിലായിരുന്നു. പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ ചികിത്സാ ചിലവിനും മുന്നോട്ടുള്ള പിന്തുണയും തേടി സമീപിച്ചിട്ടും സർക്കാരും ആരോഗ്യവകുപ്പും തിരിഞ്ഞു നോക്കിയില്ല എന്ന് കുടുംബം ആരോപിച്ചു. പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ ധനസഹായമായി നൽകിയത്. എന്നാൽ ആ തുച്ഛമായ തുക വിനോദിനി എന്ന മിടുക്കിയുടെ നഷ്ടത്തിന് പകരമാവില്ല. ആരോഗ്യ പ്രശ്നങ്ങളാൽ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സിയാം ഫാത്തിമ എന്ന കുട്ടിക്ക് ഓൺലൈൻ വഴി മത്സരത്തിൽ പങ്കെടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി അനുമതി കൊടുത്തത് നിറഞ്ഞ കൈയൊടിയോടെ കൂടിയാണ് കേരള ജനത ഏറ്റെടുത്തത്. അന്ന് CPM സൈബർ ഗ്രൂപ്പ് പങ്കുവെച്ച ഒരു പോസ്റ്റ് ഉണ്ട്. പറക്കാൻ നീ തയ്യാറാണ് എങ്കിൽ ചിറകാകാൻ ഒരു ഭരണകൂടം ഉണ്ട് ഇവിടെയെന്ന്. പക്ഷെ വിനോദിനിയുടെ കാര്യത്തിൽ ഭരണകൂടം തന്നെ ചിറക് വെട്ടിയ ഗതിയായി പോയി. കുറ്റക്കാരായ ഡോക്ടർമാരെ സംരക്ഷിച്ചുകൊണ്ട് ഇരകളെ വേട്ടയാടി. ഇനിയും ഇരകളാക്കാൻ കുറെ പേരെ അത്തരം തെറ്റുകാരായ ഡോക്ടർമാർക്കരികിലേക്ക് പറഞ്ഞയക്കുന്നു. ഡോക്ടർ ഹാരിസിന് നേരെ നാവാടുന്ന വീണ ജോർജിന്റെ നാവാട്ടം കുറ്റക്കാരായ ഡോക്ടർമാർക്ക് നേരെയില്ല. 5 മാസത്തെ വേദനയ്ക്കും സങ്കടങ്ങൾക്കും ഒടുവിൽ പുഞ്ചിരിച്ചുകൊണ്ട് വിനോദിനി മോൾ ക്യാമറയ്ക്ക് മുന്നിലെത്തി. നഷ്ടമായ വലം കൈക്ക് പകരം ലഭിച്ച കൃത്രിമ കൈകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഹസ്തദാനം ചെയ്തു. ഇന്ന് വിനോദിനി മോളെ കണ്ടു. അവൾ സന്തോഷമായിരിക്കുന്നു. ചികിത്സാ പിഴവിൽ 9 വയസ്സുകാരിക്ക് നഷ്ടമായത് വലത് കൈയാണ്. ഒന്നും അതിന് പകരമാവില്ല എന്നറിയാം. എന്നാലും അവൾ ആഗ്രഹിച്ചതുപോലെ ചെയ്യാൻ കഴിഞ്ഞു. പുതിയ കൈകൊണ്ട് അവൾ ഇന്നെന്റെ കയ്യിൽ തൊട്ടു, പൂക്കൾ തന്നു. ചില ട്രെയിനിങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. ചൊവ്വാഴ്ച പാലക്കാട്ടെ വീട്ടിലേക്ക് മടങ്ങും. ഇനി കൂട്ടുകാർക്കൊപ്പം സ്കൂളിലും പോകാം. ആ കുഞ്ഞുമകൾ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. കൂടിക്കാഴ്ചയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഇത്. പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിൽ എറണാകുളത്തെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് കൃത്രിമ കൈ ഘടിപ്പിക്കുകയായിരുന്നു. വിദേശത്തു നിന്നുമാണ് ലക്ഷങ്ങൾ വിലയുള്ള ആ കൃത്രിമ കൈ എത്തിച്ചത്. ഇതിനായി കുട്ടിയും രക്ഷിതാക്കളും കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ എത്തി. കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് കൈ മാറ്റേണ്ടതായി വരും. ഇതിനുള്ള സഹായവും നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചതായി കുട്ടിയുടെ പിതാവ് വിനോദ് പറഞ്ഞു. വിരലുകൾ മടക്കാൻ പറ്റുന്ന തരത്തിൽ ആധുനിക രീതിയിലുള്ള കൈയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 4 മണിക്കൂറോളം ചാർജ് ചെയ്താൽ 2-3 ദിവസം ഇത് പ്രവർത്തിക്കും. വിരലുകൾ ഇഷ്ടാനുസരണം ചലിപ്പിക്കാനും എഴുതാനുമെല്ലാം കഴിയും എന്നതിനാൽ തന്നെ വിനോദിനിയും കുടുംബവും അതിന്റെ സന്തോഷത്തിലാണ്. സർക്കാരിന്റെ നമ്പർ 1 ആരോഗ്യ തള്ളിന്റെ മുനയൊടിച്ച സംഭവമാണ് വിനോദിനിക്കുണ്ടായ ഈ ദുരന്തം. സംഭവം വാർത്തയാകുകയും വിവാദമാക്കുകയും ചെയ്തതോടുകൂടി ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ചികിത്സയിൽ വീഴ്ച വന്നിട്ടില്ല എന്ന റിപ്പോർട്ടാണ് നൽകിയത്. ജില്ലാ ആശുപത്രിയിൽ ആവശ്യമായ ശാസ്ത്രീയ ചികിത്സ നൽകിയിരുന്നു എന്നായിരുന്നു DMOയുടെ അന്വേഷണ റിപ്പോർട്ട്. ഇതിനെതിരെ വിമർശനമുയർന്നതോടുകൂടി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർ പിന്നീട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. തൃശൂർ സ്വദേശി PD ജോസഫ്, ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെയും നൽകിയ പരാതിയിൽ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കാൻ പാലക്കാട് 3ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. പൂർണ്ണമായി ചികിത്സ നൽകുന്നതിന് മുൻപ് തന്നെ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കെതിരെയും അന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നിരുന്നു. കുട്ടിയുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു.